നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭയം എന്നൊരു വാക്കുണ്ടെങ്കിൽ അതിപ്പോൾ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയോട് മാത്രമാണ്. സ്വന്തം പാർട്ടിയിലുള്ളവരെ പിണിയാളുകളായി വെച്ച് അവരെ എന്ത് രീതിയിലും ഭരിച്ചൊതുക്കാം എന്ന് വ്യാമോഹിച്ച മോദിക്കും അമിത്ഷായ്ക്കും പ്രതിപക്ഷ നേതാവിനെ ഭയം തന്നെയാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പ്രസംഗിക്കുന്ന വേളയിൽ ഒന്നും തന്നെ നരേന്ദ്രമോദി പ്രത്യക്ഷപ്പെടാതെ ബോധപൂർവം ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. മോദിക്കും അമിത്ഷായ്ക്കും ഒരുപോലെ മാറി മാറി പ്രഹരം നൽകുന്ന രാഹുൽ ഗാന്ധിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനും MP സ്ഥാനത്ത് നിന്നും മാറ്റി അദ്ദേഹത്തിനെ വീണ്ടും അയോഗ്യനാക്കാനും BJP വൻ ഗൂഢാലോചന നടത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെ MP പദവിയിൽ നിന്നും മാറ്റാൻ നാറിയ രാഷ്ട്രീയ കളിയാണ് BJP കളിച്ചത്. ആ നാണം കെട്ട രാഷ്ട്രീയ കളി അതിൻ്റെ പര്യവസാനം എന്നത് അദ്ദേഹത്തിനെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയതാണ്. എന്നാൽ കൃത്യമായി കോടതി ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം തിരികെ നൽകുകയും അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള വിലക്കുമില്ല, അദ്ദേഹത്തിന് ലോക്സഭയിൽ വരാനുള്ള എല്ലാ അവകാശവുമുണ്ട്, വോട്ടിങ്ങിൽ പങ്കെടുക്കാനുമുള്ള അവകാശമുണ്ടെന്ന് വ്യക്തമാക്കി. നമുക്കറിയാം, ഇക്കുറി വാരണാസിയിൽ നിരങ്ങിയാണ് നരേന്ദ്രമോദി വിജയിച്ചത്. കുറച്ചുകൂടി ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ അജയ് റായ് വിജയിച്ചനെ എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്. വെറും 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി ഇത്തവണ വിജയിക്കുമ്പോൾ രാഹുൽ ഗാന്ധി 4 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് റായ്ബറേലി നിലനിർത്തിയത്. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി ഇനി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ശോഭിക്കുകയില്ല എന്ന് പറഞ്ഞ സ്മൃതി ഇറാനിയെ കണ്ട വഴിയാണ് കോൺഗ്രസ്സുകാർ ഓടിച്ചത്. ഇനി സ്മൃതി ഇറാനി രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അവർ എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് അവർ കൃത്യമായി കോൺഗ്രസിൻ്റെ 8ൻ്റെ പണി ഇരന്നു വാങ്ങുകയും ചെയ്തു. ഇപ്പോഴിതാ മോദിയും അമിത്ഷായും ബിർളയും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്ന രാഷ്ട്രീയം. ഓം ബിർള തരം താഴ്ന്ന രാഷ്ട്രീയക്കാരനാണ് എന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു കളിക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ലോക്സഭ എന്ന് തന്നെ പറയേണ്ടി വരും. ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടാനും അദ്ദേഹത്തിനെ മൈക്ക് ഓഫ് ചെയ്യാനും അദ്ദേഹത്തിനെ പ്രസംഗം തുടരാൻ അനുവദിക്കാതിരിക്കാനും ഓം ബിർള പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹത്തിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനും സസ്പെൻഡ് ചെയ്യിപ്പിക്കാനും എന്തെങ്കിലും നിയമവശങ്ങളുണ്ടോ എന്ന ഗൂഢാലോചനയിലാണ് സ്പീക്കർ. നമുക്കറിയാം, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ നിയമിക്കുന്ന സമിതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയിലും രാഹുൽ ഗാന്ധി അംഗമാണ്. രാഹുൽ ഗാന്ധിക്ക് പ്രത്യേക പദവിയുമുണ്ട്. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ക്യാബിനറ്റ് റാങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യം ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ലോക്സഭയിൽ സഭാനാഥൻ ഒരുപക്ഷെ പ്രധാനമന്ത്രിയായിരിക്കാം, എന്നാൽ സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് എന്നത് രാഹുൽ ഗാന്ധിയാണ്. അതാരും ഔദാര്യമായി കൊടുത്തതല്ല, അത് 234 MP പ്രതിനിധിയായാണ് രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുന്നത്. അത് മോദിക്ക് വലിയ രീതിയിൽ അസ്വസ്ഥത തന്നെയാണ്. അദ്ദേഹത്തിനെ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ചില ഞുണുക്ക് വഴികളാണ് ഇപ്പോൾ നരേന്ദ്രമോദി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്.